കഴിഞ്ഞ വർഷം 2024 ഡിസംബർ 10-ാം തീയതിയാണ് ആലപ്പുഴ എടത്വായിലെ ഷാനോയ് എന്ന പയ്യൻ റാന്നിക്കാരി മെറീനയുടെ കഴുത്തിൽ മിന്നുകെട്ടിയത്. പിന്നാലെ അധികം കഴിയും മുന്നേ തന്നെ ഷാനോയ് അവധി തീർന്ന് വിദേശത്തേക്ക് ജോലിക്ക് പോയി. നഴ്സായ മെറീന കൊച്ചി അമൃത ആശുപത്രിയിൽ ജോലിയിലും തുടർന്നു. ആശുപത്രിക്കടുത്ത് തന്നെ താമസിച്ചാണ് മെറീന റെജി എന്ന 24-കാരി ജോലി ചെയ്തിരുന്നത്. 4 ദിവസം കൂടുമ്പോഴാണ് അവിടെ നിന്നും ട്രെയിനിൽ ഭർതൃവീട്ടിലേക്കും സ്വന്തം വീട്ടിലേക്കുമെല്ലാം പോയിരുന്നത്. എന്നാൽ വിവാഹം കഴിഞ്ഞ് 1 വർഷം തികയുകയാണ് എന്നത് പ്രമാണിച്ച് ആദ്യ വിവാഹ വാർഷികം ആഘോഷമാക്കാൻ ഷാനോയ് നാട്ടിലെത്തിയിരുന്നു. ആശുപത്രി ഡ്യൂട്ടിയിൽ നിന്നും മെറീനയെ പിക്ക് ചെയ്യുവാൻ ബൈക്കിൽ എത്താമെന്നും നേരെ വീട്ടിലേക്കെത്തി വിവാഹ വാർഷികം ഗംഭീരമാക്കാനുമുള്ള ഒരുക്കത്തിലായിരുന്നു ഭർതൃവീട്. വിവാഹം കഴിഞ്ഞ് മാസങ്ങൾക്കിപ്പുറം കാണുന്ന പ്രിയപ്പെട്ടവൾക്കായി കേക്കും സമ്മാനങ്ങളുമെല്ലാം ഒരുക്കുകയും ചെയ്തിരുന്നു ഷാനോയ് സ്വന്തം വീട്ടിൽ. തുടർന്നാണ് പതിവ് പോലെ ഡ്യൂട്ടി കഴിഞ്ഞ് അമൃത ആശുപത്രിയിൽ നിന്നും മെറീന ഇറങ്ങിയത്. നേരെ കൊച്ചിയിൽ നിന്നും ട്രെയിൻ കയറി അമ്പലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് മെറീന വന്നിറങ്ങിയത്. ഷാനോ സ്റ്റേഷനിൽ കൃത്യസമയത്ത് എത്തുകയും ചെയ്തിരുന്നു. തുടർന്ന് ഇരുവരും ബൈക്കിൽ വീട്ടിലേക്ക് തിരിച്ചു. എന്നാൽ വിശേഷങ്ങൾ പങ്കുവച്ചുള്ള ആ യാത്ര മെറീനയുടെ മരണത്തിലേക്കാണ് ചെന്നെത്തിയത്. ഇന്നലെ രാത്രി 8 മണിയോടെ അമ്പലപ്പുഴ തിരുവല്ല സംസ്ഥാന പാതയിൽ വെച്ചാണ് തകഴി കേളമംഗലം മുട്ടേൽ കലുങ്കിന് സമീപം മെറീനയുടെ ജീവനെടുത്ത ആ അപകടം സംഭവിച്ചത്. ബൈക്ക് ബസിനെ മറികടക്കുന്നതിനിടയിൽ ബസ് വലത്തോട്ട് നീങ്ങിയപ്പോൾ ഷാനോയ് ഓടിച്ചിരുന്ന ബൈക്കിന്റെ ഹാൻഡിൽ തട്ടി ബൈക്ക് നിയന്ത്രണം വിട്ടു മറിയുകയായിരുന്നു. ബൈക്കിൽ നിന്നും താഴെ വീണ മെറീന ബസിന്റെ ടയറിനടിയിൽ പെടുകയായിരുന്നു. ബൈക്കുമായി 10 മീറ്ററോളം മുന്നോട്ടു പോയ ശേഷമാണ് ബസ് നിന്നത്. അപകട ദൃശ്യങ്ങൾ സമീപത്തെ CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. റാന്നി സ്വദേശിയായ മെറീന ജോലി കഴിഞ്ഞ് കൊച്ചിയിൽ നിന്ന് ട്രെയിനിൽ അമ്പലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് അവിടെ നിന്നും ഭർത്താവ് ഷാനോയ്ക്കൊപ്പം ഭർത്താവിന്റെ വീട്ടിലേക്ക് വരുന്നതിനിടെയായിരുന്നു ഈ അപകടം സംഭവിച്ചത്. ഷാനോയെ പരിക്കുകളോടെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. 24 വയസ്സുകാരിയാണ് മെറീന റെജി എന്ന റാന്നിക്കാരി. മെറീനയുടെ വേർപാട് വാർത്തയ്ക്ക് പിന്നാലെ ആഘോഷത്തിനായി തയ്യാറെടുത്ത ഭർതൃവീട് ഒരു നിമിഷം കൊണ്ട് തോരാ കണ്ണീരിന്റെ വീടായി മാറുകയായിരുന്നു. KSRTC ബസ്സിനടിയിൽപ്പെട്ടുള്ള മെറീനയുടെ മരണം നാടിനാകെ നൊമ്പരമായി മാറിയിരിക്കുകയാണിപ്പോൾ. വ്യാഴാഴ്ച വിവാഹ വാർഷികമാണെന്നും അത് കഴിഞ്ഞ് മടങ്ങി വരികയുള്ളൂ എന്നും സഹപ്രവർത്തകരോട് പറഞ്ഞ് യാത്ര തിരിച്ച മെറീന ഇനിയൊരിക്കലും മടങ്ങി വരില്ല എന്ന സത്യമറിഞ്ഞ് സഹപ്രവർത്തകരും നടുക്കത്തിലാണ്. മെറീനയ്ക്കൊപ്പം ജോലി ചെയ്തിരുന്നവരും സുഹൃത്തുക്കളും അടക്കം നിരവധി പേരാണ് മെറീനയെ അവസാന നോക്ക് കാണുവാനായി ഇപ്പോൾ എത്തിയിരിക്കുന്നതും. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.